4 പേരോട് അഭിമാനത്തോടെ പറയത്തക്കവണ്ണം നല്ലൊരു തറവാട്ടി പിറന്നവനാ ഞാൻ. അതിനേക്കാൾ ഒരു പടി മുന്നിലാ ഞാൻ. എന്നിട്ടും താൻ തന്റെ മോനൊരു ലൈൻ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചു. ലൈനിന്റെ കാര്യം എന്റെ മോന്റെ തലയിൽ വെച്ച് കേട്ടാൻ നോക്കലോടുവാരുടെ ലൈൻ ഉള്ളത് നിങ്ങളുടെ കൊച്ചുമോൾക്കാ. ലൈൻ അടുപ്പിക്കാതെയോ ഞാൻ അവളെ വളർത്തിയത് കുറുപ്പേ. എന്നിട്ടാണോ പിന്മാറണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൊച്ചുമോൾ എന്റെ മോന്റെ കാല് പിടിച്ചത്? അത് തന്റെ മോൻ എന്റെ മോളോട് പറഞ്ഞതല്ലേ, മാറ്റി പറയുന്നത് തറവാടെടുത്തിട്ട് ചേർന്നതല്ല. ഈ ലൈൻ കഥ നിങ്ങളോട് പറഞ്ഞതാരാ? എന്റെ കൊച്ചുമോള്. നിങ്ങളോടോ? എന്റെ മോൻ. ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഉണ്ട്, ഇപ്പൊ മനസ്സിലായി. ഇത് അവരുടെ അടവാ. അവരെ തമ്മിൽ സംസാരിപ്പിച്ചതാണ് കുഴപ്പമായത് അല്ലേ വാര്യേട്ടാ? കറക്റ്റ്. ഇപ്പൊ കല്യാണം വേണ്ട, ഇപ്പൊ കല്യാണം വേണ്ട എന്ന് അവൻ എപ്പോഴും പറയായിരുന്നു. പഠിക്കണം, ഇനിയും പഠിക്കണം എന്ന് അവളും പറയായിരുന്നു. ഇനി നമ്മൾ അവരോടൊന്നും സംസാരിക്കുന്നില്ല. ഇല്ല. എന്നാ നമ്മൾ ഇതങ്ങോട്ട് ഉറപ്പിക്കുന്നു. ഓക്കെ ഓക്കെ. മണിക്കുട്ടനെ കുറിച്ച് എപ്പോഴും പറയും, വാ തോരാതെ. ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവളെ സ്വന്തമാക്കാനുള്ള കുറുക്ക് വഴിയും കണ്ടെത്തണം. അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. 2 പേർക്കും ഒരിക്കൽ കൂടി ഒളിച്ചോടാനുള്ള അവസരം കിട്ടിയ ബാംഗ്ലൂർക്ക് സ്വാഗതം കേട്ടാ. അയ്യോ വേനിച്ചോ? ഇല്ല. ഓക്കെ. എടാ എന്നാ ഞാൻ. നീ ഇങ്ങനെ ധൃതി പിടിച്ച എങ്ങനെയാ? എനിക്കും കൂടെ അങ്ങോട്ട് വരണമെന്നുണ്ട് അവളെ കാണാൻ അല്ലേ? നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടല്ലോ, ഇവിടുന്ന് ആരും ട്രൈ ചെയ്യാലോ. എടാ ഞാൻ ട്രൈ ചെയ്തിട്ടാണോ? അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. എന്റെ വീട്ടിലെ നമ്പർ അവളുടെ കയ്യിലുണ്ടല്ലോ, ഒന്ന് വിളിച്ചാൽ ഇവിടുത്തെ നമ്പർ കൊടുക്കൂലേ? അതൊന്നും പ്രതീക്ഷിക്കണ്ടടാ, കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. ഇനി വേറെ നല്ല ആലോചന വന്നാ അത് മുടക്കാതെ അവളെ കെട്ടി സുഖമായി ജീവിക്കാൻ നോക്ക്. ഞാൻ പോയിക്കോട്ടെ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാടാ. ഞാൻ എന്തിനാ ഇവിടെ വന്നത്? നിന്റെ കല്യാണം മുടക്കാൻ. അത് മുടക്കി എന്റെ ജോലിയും തീർന്നു. ഇനി ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം? വീട്ടിൽ ചെന്ന് ഡാഡിയും മമ്മിയും ഒന്ന് വിളിക്കണം. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വിവരം അവരെ അറിയിക്കണം. പറ്റുമെങ്കിൽ അവരെ വരുത്തണം. എന്റെ പപ്പയെ കൊണ്ടേ കാണിക്കണം. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. 100 കാര്യങ്ങളടാ. അച്ഛൻ വന്നിട്ട് പോവാടാ. അതിന് നിന്റെ അച്ഛൻ അവരെ തല്ലാൻ പോയിരിക്കല്ലേ? തല്ലി പിരിഞ്ഞൊക്കെ വരുമ്പോ നേരം വൈകും. നീ അമ്മയെ വിളിക്കും, ഞാൻ യാത്ര പറയട്ടെ. അച്ഛൻ വന്നു. അല്ല നീ പോവാണോ? അതെ. അപ്പുവിന്റെ കല്യാണം കൂടാൻ നിൽക്കണില്ലേ? അതൊക്കെ വൈകില്ലേ? ഇനി ഒരാളെ കണ്ടുപിടിച്ച് ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരാം. ഇനി എന്ത് താമസം? എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞില്ലേ? ആരുമായിട്ട്? ഇന്നലെ എന്റെ പൊന്നുമോൻ മുടക്കിയില്ലേ, ആ കല്യാണം തന്നെ. അപ്പൊ ആ കുട്ടിയുടെ മറ്റേ പ്രേമം ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. 2 പേരും ഒന്നറിഞ്ഞാ മതി, കേട്ടുടനെ ഉണ്ടാവും. ഞാൻ പോണില്ല. ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി പോയിട്ട് എന്താ കാര്യം? ഈടെ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നത്. ഞാനും എന്റെ കെട്ട് കഴിഞ്ഞു വരെ കണ്ടു. കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ച് കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ. അല്ല അത് പിന്നെ എത്രയാണ്? 4850. എന്താശാനെ ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പറായിട്ടേ ദേ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നുകൂടെ. കിട്ടുന്നില്ല. അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. മോർഫിംഗ്. ഹലോ. ഹലോ, അനിയൻകുട്ടി ഉണ്ടോ? റോങ് നമ്പർ. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ? താനെന്തിനാ ചൂടാവണേ? ഓ, അനിയൻകുട്ടി ആയിരുന്നോ? എന്റെ പൊന്ന് അനിയൻകുട്ടി, ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 240 തവണ ഫോൺ ചെയ്യും. അവളും അടുത്ത് പിന്മാറിയില്ലല്ലേ? എവിടെ? ആ, നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ഞാൻ നിന്റെ ഈ ലവിന്റെ കാര്യം പറഞ്ഞു.
നിന്റെ ഡാഡി സമ്മതിച്ചു, ഉടനെ അവര് വരാന്ന്. എന്ത് കാര്യത്തിന്? അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും. നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ? മുടക്കാൻ വെച്ച പാരം ഉറപ്പിൽ കലാശിച്ചു. ആ. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പപ്പി എനിക്ക് നഷ്ടപ്പെടും. അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്, നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണും. സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലൊന്നും ആലോചിക്കണ്ട. എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മിൽ പിരിക്കണം. ചെയ്യായിരുന്നു. പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പം അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പയോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നതെന്തും ദൈവം പോലും ക്ഷമിക്കും. ആദ്യം അവളെ ഒന്ന് കാണാം. എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മടങ്ങണം കേട്ടോ ആന്റി. തലേന്ന് രാവിലെ തന്നെ പെണ്ണിനെ ഇവിടെ എത്തിച്ചേക്കാം പോരെ. വീട്ടിലൊന്ന് പോയി വന്നാ പിന്നെ തിരിച്ചു പോകാൻ വലിയ മടിയാ എനിക്ക്. ജോലി കളയാനും പറ്റത്തില്ലല്ലോ. ആന്റി ഈ ഡ്രസ് ഇടാ അല്ലേ? നിന്റെ ഇഷ്ടം മോളെ. ഇന്നിവക്ക് എന്തു പറ്റി? അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോണ കാര്യം പറയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണാ. ഈ എക്സാം കൂടി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. ഏയ് കല്യാണം ഉറപ്പിച്ചതിന്റെ സന്തോഷായിരിക്കും. അവൾക്ക് കല്യാണക്കാര്യത്തിന് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. നോക്കിട്ട് വരാം. എന്നെ മനസ്സിലായോ? ഇല്ല ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, നല്ല ഓർമ്മ കിട്ടുന്നില്ല. എങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കണ്ട, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണണേ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ഇവിടുത്തെ പത്മജയുടെ ഫ്രണ്ടാ. നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണണോന്ന് കരുതി. വിളിക്കാം, വരൂ. മോളെ പത്മജേ. പിന്നെ ഒരു കാര്യം, കല്യാണ സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം. അതെന്റെ പ്രസന്റ് ആയിക്കോട്ടെ. ആക്സിഡന്റ് ആന്റി. സംസാരിച്ച് നിന്നാലേ സമയം പോണെന്നറിയില്ല. ആരത്? വണ്ടി എടുത്തോ, വിട്ടോടാ. അയാളെവിടെ പോയോ? ആരാച്ച വന്നത്? ഇവളെ കാണാന്ന് പറഞ്ഞു വന്നതാ. എന്നെ കാണാനോ? പിന്നെന്തിനാ അവൻ ഓടിയത്? ഇനി വല്ല കള്ളനുമായിരിക്കോ? ഒരു കള്ള ലക്ഷണം അവനുണ്ടായിരുന്നു. ആ ആരെങ്കിലും ആവട്ടെ മോളെ, നമുക്ക് ട്രെയിനിന് സമയമായി, ഇറങ്ങാം. ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി, വരും. സാർ കാശ്. ഓ, ടെൻഷൻ കൊണ്ട് മറന്ന. എന്നാ മോർഫിംഗ്. അതെ, മോർഫിംഗ്. കേട്ടോ സാർ. സൂക്ഷിച്ചു പോ.